മഞ്ഞ് വീഴുന്ന ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മഞ്ഞ് വീഴുന്നത് രാത്രിയിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് വേഗം ഓടിപ്പോകുന്നത് മാനുമോനാണേ. ഇനി ലീവുള്ള ദിവസങ്ങളായാലും നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ കാത്തു നിൽക്കില്ല. ആൾ എണീറ്റാൽ പിന്നെ വേഗം ഇതാണ് പണി. രണ്ടാളും ഇങ്ങനെ തന്നെ കേട്ടോ. രണ്ടാളും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹത്തിലാണ് ഈ കാര്യത്തിൽ. അങ്ങനെ വഴിയിലെ മഞ്ഞൊക്കെ മാറ്റി ഇനി കാറിലെ മഞ്ഞ് മാറ്റാനുള്ള ശ്രമത്തിലാണ്. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഇരുന്നുകൊണ്ട് വിളിച്ചു വരുത്തി കാപ്പി കൊടുത്ത് വീണ്ടും പോയി. എനിക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വന്ന് നോക്കുന്നുണ്ടായിരുന്നു, ഇവൻ എന്താണ് പണി മഞ്ഞിൽ മൂടി പോകുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവർ നല്ല അടിപൊളിയായിട്ട് തന്നെ ഓരോന്നും ക്ലീൻ ചെയ്ത് തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. കാറിൻ്റെ അവസ്ഥ കണ്ട മൊത്തം മൂടി കിടക്കുകയാണ്. എവിടെ തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ല. പക്ഷേങ്കിൽ അവന് ഓരോ ഭാഗങ്ങളായിട്ട് അതിങ്ങനെ ക്ലീൻ ആക്കിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ മുത്തുമോളും വന്നു. അവൾ ഉണർന്നപ്പോൾ മാനുവിനെ കാണഞ്ഞപ്പോൾ പിന്നെ വേഗം കോട്ടും മാറ്റി പുറത്തേക്ക് വന്നു. അവൾക്ക് വേണ്ട ടൂളൊക്കെ അവൾ സെലക്ട് ചെയ്ത് അവർ രണ്ടാളും കൂടിയാണ് ഇനി അടുത്ത പണി. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കുമെന്ന് ചോദിക്കുന്ന കാറിനെയാണ് അടുത്ത ലക്ഷ്യം. രണ്ടുപേരും ചേർന്ന് പറഞ്ഞ് കാറിനെ ഫുൾ രക്ഷപ്പെടുത്തുന്ന പണി ഞങ്ങൾക്കാണ്. ഇവർക്ക് എന്തായാലും ഇതിൽ നല്ല ത്രില്ലുള്ളതുകൊണ്ട് നമുക്ക് കുറേ പണികൾ ഒഴിഞ്ഞു കിട്ടിയിട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ നല്ല അടിപൊളിയാക്കി കുട്ടപ്പനൊക്കെ വെച്ച് എന്നെ ഷിപ്പിച്ചെത്തിയത് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് നമുക്ക് പോകാനുള്ള വഴി സെറ്റാക്കുകയാണ് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പണി കിട്ടും. അങ്ങനെ ഞങ്ങളെ പണികൾ തകൃതിയായി നടക്കുമ്പോഴാണ് അടുത്ത സ്നോ. ഈ സ്നോൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, ഇത് വെറൈറ്റിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പണി നിർത്തി അകത്ത് പോയെങ്കിൽ ഇവന്മാരിതാ ഇന്ന് അകത്തേക്ക് കയറിയിട്ടേ ഇല്ല. നമ്മൾ പണ്ട് മണ്ണിൽ കളിച്ചിരുന്ന കളികളൊക്കെ ഇവരിപ്പോൾ മഞ്ഞിലാണ് കളിക്കുന്നത്. എന്തൊക്കെയോ റൈഡുകളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ബൈ ബൈ.